ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ല ഹാപ്പിയാണ് ഞാൻ. കാരണം വീട്ടിൽ ആര് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കാരണം അന്ന് നമുക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ അടുത്തുനിന്നുള്ള ഫ്രണ്ട്സ് അല്ല കേട്ടോ, നമ്മൾ ആയിപ്പോയെന്നൊക്കെ വരുന്ന ഫ്രണ്ട്സാണ്. അപ്പം അതിൻ്റേതായ റിസ്ക് എടുത്ത് അവർ വരുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഇവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മോൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. രാത്രി പെട്ടെന്ന് വന്ന പനിയായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ വിട്ടില്ല. സിറപ്പൊക്കെ കൊടുത്ത് ആൾ ഓക്കെ ആണ്. പക്ഷെ എന്നാൽ പോലും പനിയോട് കൂടി അങ്ങ് ലെവലാകാതെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഉള്ളതല്ലേ, അങ്ങനെ നമ്മൾ ഓക്കെ ആയിട്ട് വിടുന്നത് തന്നെയല്ലേ നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ വിട്ടില്ല. പിന്നെ മൂത്ത ആൾക്ക് സ്കൂൾ പോകേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ എന്തിട്ട് എന്നെ ഒന്നും ചെയ്യാൻ വിടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തൂക്കി പിടിച്ച് കൊണ്ടുപോയി അവിടെ കിടത്തിയതാണ്. വീണ്ടും അവിടെ വന്ന് കിടന്നിട്ടുണ്ട്. ഇന്നും നല്ലതുപോലെ കഷ്ടപ്പെടും ഞാൻ. എന്നും എന്നെ ചെയ്യാൻ വിടും എന്നത് എനിക്ക് തോന്നണില്ല കേട്ടോ. എൻ്റെ റൂട്ടീൻ ഒക്കെ കുളമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പിന്നെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കുന്ന സമയത്ത് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് അലക്കാനെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒരുക്കിയിട്ടാണ് ബെഡ്റൂമിലൊക്കെ ഒന്ന് കയറുക. കിച്ചണിൽ ആ ഒരു സമയത്ത് ചടപ്പട ആയിട്ട് എല്ലാം ചെയ്യട്ടോ. സ്കൂൾ പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് കിച്ചൺ ഡ്യൂട്ടി ആയിരിക്കും. ആ സമയത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാറുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് എനിക്ക് അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേണം കിച്ചൺ ഒരുക്കാൻ. കാരണം അലക്കാനിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് അലക്കി റെഡി ആയിക്കോളും. അപ്പോഴേക്കും നമുക്ക് കിച്ചൺ ഒരുക്കാമല്ലോ. ആ സമയം നമുക്ക് അവിടെ വമ്പിച്ച ലാഭമാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ അലക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് ഈ ഒരു ബെഡ്റൂം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബെഡ്റൂമും ഇതുപോലെ തന്നെ ഒരുക്കിയെടുക്കണം. അവിടെയുള്ള ബെഡ്ഷീറ്റും കൂടി അലക്കാനെടുക്കുമ്പം എല്ലാ ബെഡ്ഷീറ്റും ഒന്നിച്ച് അങ്ങോട്ട് എടുക്കും. അതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ ഞാൻ ഇവിടുത്തെ ബെഡ്ഷീറ്റും കൂടി അങ്ങനെ മാറ്റി പിരിക്കുകയാണ്. പിന്നെ മോളെ ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് ഞാൻ അവളുടെ പ്രശ്നം സോൾവ് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുള്ളൂ കേട്ടോ. കാരണം അവൾക്ക് കഴിയാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവൾ മൊത്തമായിട്ട് ചൊറയായിരിക്കും. അതുകൊണ്ട് ഇവർ വരുന്ന സമയത്ത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. കാരണം അവളൊന്നിനും വിടുകയും ചെയ്യില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും അവർ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയാതിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നത് നിന്ന് പോയി കഴിഞ്ഞാൽ അതങ്ങ് നീണ്ടു പോകും. അതുകൊണ്ടാണ് അവർ കുറേ നീണ്ട് ഇന്ന് സെറ്റായതാണ്. അത് പിന്നെ ഞാനായിട്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് ഫുഡ് എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. രാത്രി ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. ഒന്നുമല്ല, മീനടിയായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്നൊന്നും അവൾ ചെയ്യാൻ വിടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണമല്ലോ. അപ്പോഴാണ് നമ്മൾ ലൈഫിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നില്ല, സ്കൂളൊന്നും വിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവൾക്ക് സ്കൂള് എന്തായാലും കൊണ്ടുപോകണം. അവൾ ഇന്ന് സ്കൂൾ വിട്ടില്ല. പിന്നെ മൂത്താൾ സ്കൂൾ കൊണ്ടുപോകാറില്ല, ഇടയ്ക്ക് മാത്രമേ അവൾ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ മോനിക്കാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകുക അലൗഡല്ല. അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണം കേട്ടോ. അതുകൊണ്ട് അവനക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വിഷയമില്ല. പിന്നെ മോൻ്റെ സ്കൂൾ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് 10:30 ആ ഒരു ടൈമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സമാധാനമാണ്. ബാക്കിയുള്ള ആൾക്കൊക്കെ 8:30 8:45 അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവനിക്ക് എന്താണെന്നറിയില്ല, നല്ല സമാധാനത്തിൽ നമുക്ക് സ്കൂളൊക്കെ വിടാൻ പറ്റും. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഞാൻ എവിടെ പോകുന്നു അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ചൊറയാണ്, എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവളെ എടുത്തു, അവളെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു. പിന്നെ അങ്ങനെ ഇടയ്ക്ക് അവിടെ നിർത്തി. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മക്കൾക്കൊക്കെ സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സുഖമില്ലാതെ പോലെയാണ്. നമുക്ക് ഒന്നും ഒരു ലെവൽ കിട്ടില്ല. അവർ നല്ലൊരു ഇതായിട്ട് നടക്കണം. അവർ കിടന്നിട്ട് കാണുമ്പം കരച്ചിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു വല്ലാതൊരു വിഷമമാണ്. പിന്നെ മരുന്നൊക്കെ കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണുള്ളത്. പാതിരാക്കൊക്കെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഒരുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മിററാണ് ഞാൻ ഡെയിലി ക്ലീൻ ആക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇടവിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് നമ്മളെപ്പോഴും ബേസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു മങ്ങിപ്പ് ഉണ്ടാവും, അതൊരു ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഇപ്പം സ്ഥിരമായിട്ട് ഡെയിലി ആയിട്ട് ഞാൻ അവിടെ ക്ലീൻ ആക്കും. ഇതൊക്കെ ഡെയിലി റൂട്ടീൻ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അത്ര വലിയ ഡീപ്പായിട്ട് ചെയ്യാനൊന്നുമില്ല.
പിന്നെ ഈ ഒരു ഹൗസ് നെയിം ഉണ്ടല്ലോ, എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ അവരുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. വേണ്ടുന്നത് അവരോട് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ മക്കളൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കിച്ചണിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഞാൻ ഡ്രൈ ചെയ്തിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതൊക്കെ ലെവലാക്കി കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങി. കിച്ചണൊന്നും ഒരുക്കുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല കിച്ചണിൽ ഞാൻ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ലെവലല്ലേ, ഇനി അടിച്ചുവാരേ വേണ്ടി വന്നിട്ടുള്ളൂ, അടിച്ചുവാര തുടക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്നിനി ലെവലാക്കിയിട്ട് വേണം ഒന്ന് അടിച്ചുവാര തുടക്കമൊക്കെ ചെയ്യാൻ. അപ്പോൾ പിന്നെ മോനിക്ക് വെള്ളമൊക്കെ ഒന്ന് കൊടുത്തുവിടാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിളപ്പിച്ചാറ്റി വെക്കും, അതുപോലെ ഒന്ന് തിളപ്പിച്ചാറ്റി തലേന്നേ വെക്കും. അങ്ങനെ അത് സ്കൂളിലേക്ക് വിട്ടു. പിന്നെ എല്ലാം ക്ലീനാക്കി എടുക്കണം. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അത്യാവശ്യം ഞാനിങ്ങനെ ഏകദേശം ക്ലീനാക്കി വന്നു. ഇനി അലക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ആർത്തിയിടാൻ. അവർ വരുമ്പോഴേക്കും ഏകദേശം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന വിധത്തിലാക്കണം. പിന്നെ ഫുഡ് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു കിച്ചൺ ഡ്യൂട്ടി മാത്രമായി പോകും. പിന്നെ സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പാത്രം കഴുകലും ഉണ്ടാക്കലും മാത്രമായി പോകും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ തുണിയൊക്കെ മേലെ തന്നെ കൊണ്ടുപോയിട്ട് ആർത്തിയിടാനുണ്ട്. അങ്ങനെ ആർത്തിയിട്ടു, നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ അടിച്ചു വാരൽ, പിന്നെ അത് കിച്ചണും വർക്കരി അങ്ങനെയുള്ളതൊക്കെ തുടച്ചിട്ടോ. പിന്നെ ഞാൻ കുടിക്കാൻ ഉണ്ടാക്കി ഡ്രിങ്ക് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. നമ്മളെ ക്യാരറ്റും സേമിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും അവർ വന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്, ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ആ സമയത്ത് അവർ വന്നു. അങ്ങനെ എന്താ പറയണ്ടേ, വന്ന ഉടനെ തന്നെ നമുക്ക് കുറേ സംസാരിക്കാനുണ്ടാവും. അതാണ് മെയിനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല റിസ്ക് എടുത്തിട്ടാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആയിപ്പോയിന്ന് വരേണ്ടതാണ്, 2 ബസ്സിലൊക്കെ കയറി വരണം. അങ്ങനെ മെനക്കെട്ട് എല്ലാവരും ഇറങ്ങി വന്നു. മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ തന്നെ കുറേ സംസാരിച്ച് നിൽക്കുകയാണ്. ഞാൻ തന്നെ ഡ്രിങ്ക് കൊടുക്കേണ്ട കാര്യം തന്നെ ഞാൻ തന്നെ വിട്ടു പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് പൊതുവെ, അങ്ങനെ സംസാരിച്ചിരുന്ന് പോകും, സമയം പോകുന്നത് അറിയുകയും ചെയ്യില്ല. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായത് ഫുഡ് ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം. പിന്നെ അവർ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അവർ അവിടെ പിന്നെ ബസ് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ഹോട്ടലിൽ നല്ല പൊരിച്ചെടുക്കുന്ന കടി കണ്ടപ്പോൾ അവർക്ക് സ്നാക്സും കൂടി കൂട്ടി കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ വാങ്ങിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഡ്രിങ്കും അതുപോലെ സ്നാക്സും ഒക്കെ കഴിച്ച് അങ്ങനെ കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ, ഒരു മണിക്കൂറോളം നമ്മൾ ആ ടേബിൾമേൽ തന്നെ ഇരുന്ന് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. എല്ലാവരും അവരുടേതായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ എൻ്റെ മോള് ഒരു പനി വന്ന കാരണത്തിൽ കുറച്ച് അവൾ ആയിട്ട് പിന്നെ ഇതായിരുന്നു, ചൊറയായിരുന്നു. കാരണം അവൾക്ക് തീരെ കഴിയാതല്ലോ, ശരീരത്തിന് ഒരു പനി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. പിന്നെ ആൾക്ക് ആൾക്കൂട്ടം അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അവൾക്ക് എന്തോ ഒരു പേടി പോലെയാണ്. ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആളുണ്ടാകുമ്പോൾ ഞാൻ തട്ടി നിൽക്കണം, അങ്ങനെയുള്ളൊരു ഇതാണ്. അതുകൊണ്ട് അത്യാവശ്യം കല്യാണം കാര്യങ്ങളൊക്കെ ഞാൻ അവളെ കൂട്ടാതെ തന്നെയാണ് പോവാറ്. പിന്നെ അങ്ങനെ നമ്മൾ കുറേ സമയം കുറേ എൻജോയ് ചെയ്തു. അത്യാവശ്യം ഗെയിമായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടന്നൂർ ററവിസിലെ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ മന്തി വരുത്തിച്ചു. അതിനിടയിൽ അവർ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ടാക്കി മുളകൊക്കെ പെരക്കി വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പേരക്ക, അതേപോലെ സബർജില്ലി എന്ന് തന്നെയല്ലേ അതിന് പറയാമെന്നറിയില്ല, സബർജില്ലി. പിന്നെ അതൊക്കെ കട്ടാക്കിയിട്ട് മുളകൊക്കെ പെരക്കിയിട്ട് പൈനാപ്പിൾ ഒക്കെ കട്ടാക്കിയിട്ട് പിന്നെ ഇതുപോലെ മുളകൊക്കെ പെരക്കിയിട്ട്, അതിൻ്റെ ആൾ ഇവളാണ്, അർഷിതയാണ്. അങ്ങനെ അതൊക്കെ പെരക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ അതങ്ങോട്ട് മാറ്റിയിട്ട്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി മന്തിയായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവിടുത്തെ സാലഡായാലും പിന്നെ അതേപോലെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. ഏകദേശം നമ്മൾ എന്താ പറയുക, നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദൂരെ ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ സമയം അങ്ങനെ നിൽക്കാം. സാധാരണ നമ്മൾ ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നല്ല സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നും നോക്കാറില്ല, സമയവും കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെയാണ്, മക്കളൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ മെനക്കെടാറ്. പക്ഷേ ഇന്ന് സ്കൂളൊക്കെ അയച്ച് വന്നത് കൊണ്ട് എല്ലാവർക്കും
വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് പോകണം എന്നുള്ള രീതിയിലായതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു, എല്ലാത്തിലും ഒരു ബിസി ആയിരുന്നു. പെട്ടെന്ന് പോകണം എന്നുള്ള ഇത് അവിടെ വന്നുകൊണ്ട് വിഷമമാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് ഒരു 4:30 മണിക്കേക്ക് തിരിച്ച് പോകണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റാതെ പോലെ തോന്നി. എന്നാലും അത്യാവശ്യം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും പറയാം, പിന്നെ 4:30 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ 4:30 മണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അവർ ബസ്സൊക്കെ വിട്ട് പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ അടിച്ചു വാരൽ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടിച്ചു വാരൽ, പാത്രം കഴുകൽ ഒക്കെ കഴിഞ്ഞ് അവർ സെറ്റാക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, പുഡിങ്, ഞാൻ രാത്രി പുഡിങ്ങൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും അവിടെ തന്നെ നിന്ന് അവർ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് നല്ല സന്തോഷമായി. കാരണം നമ്മൾ ഉണ്ടാക്കിയ സാധനം ഒരു പോസിറ്റീവായിട്ട് പറയുമ്പം നമുക്ക് എന്തെന്നില്ലാതൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കുറേ സമയം നല്ല അടിപൊളിയാക്കി കഴിഞ്ഞ ശേഷം ചായ, അവർ പോകുന്ന സമയത്ത് ഞാൻ ചായ വെച്ച് കൊടുത്തു. കടി ഉണ്ടാക്കാൻ വേണ്ടി വിട്ടില്ല കേട്ടോ, സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കറുമുറ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഇരുത്തം കണ്ടിട്ട് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ, ബസ് വിട്ടുപോയ വിഷമമാണ്. 4:30 മണിൻ്റെ ബസ് വിട്ടുപോയി. ഇനി എത്ര മണിക്കാണാവോ ബസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും ഇരുത്തം. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അവർ വന്നിട്ട് നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് നല്ല ഹാപ്പിയായിന്. പിന്നെ അങ്ങനെ അവർ 5 മണിയൊക്കെ ആയ സമയത്ത് അവർ വന്നിട്ട് പോയിട്ടോ, അവിടെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.